വാട്സപ്പിൽ നമ്മളെല്ലാവരും ചാറ്റ് ചെയ്യുന്നവരാണ്. ഈ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരുമായി നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ അവരുടെ പേര് നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കും. അതായത് നമ്മൾ ആർക്കാണോ ചാറ്റ് ചെയ്യുന്നതെന്ന് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കോ മറ്റോ ഒളിഞ്ഞു നോക്കുന്നവർക്ക് കാണാൻ സാധിക്കില്ല. അതെങ്ങനെയാണ് നമ്മുടെ വാട്സപ്പിന്റെ പേര് മറച്ചുകൊണ്ട് നമുക്ക് ചാറ്റ് ചെയ്യാമെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമ്മൾ ഈ ഒരു ചാനലിലൂടെ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ടെക്നോളജി അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ മെയിൻ ചാനലായ ലൈവ് ടിപ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഏറ്റവും മുകളിലുള്ള ഐ കാർഡിൽ ഞാൻ ലിങ്ക് വെക്കുന്നതാണ്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇന്റർഫേസ് ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ ഇടത് ഭാഗത്തേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്യുക. തുടർന്ന് താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് താഴെ ഭാഗത്ത് കസ്റ്റം, മോർ ഫീച്ചേഴ്സ്, നോട്ടിഫിക്കേഷൻ ഓഫ്, അതുപോലെ തന്നെ ക്വിക്ക് ഗൈഡ് എന്നുള്ള ഓപ്ഷൻസുകളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ആദ്യം കസ്റ്റമേഴ്സ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് പേര് വേണമെങ്കിൽ വാട്സപ്പിന്റെ പേര് നമ്മൾ ആരുടെ പേരാണോ മറച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ ഒരു പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫേക്ക് നെയിം നൽകാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ഗേൾ ഫ്രണ്ടിനോടാണ് ചാറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ബോയ്സിന്റെ പേര് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ രാജു എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ മുകളിൽ പ്രിവ്യൂ കാണാൻ സാധിക്കും രാജു എന്ന്. ഇപ്പോൾ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ത്രീയോടാണ് ചാറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാനിപ്പോൾ ഒരു സ്ത്രീയുടെ പേര് ടൈപ്പ് ചെയ്യാണ്, ഫാത്തിമ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ആ സ്ക്രീനിൽ മുകളിൽ ഫാത്തിമ എന്ന് കാണിക്കുക. അതായത് നിങ്ങൾ ആർക്കാണോ ഇത് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അയാളുടെ പേര് മാറ്റാനും അല്ലെങ്കിൽ പേര് നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് വെക്കാനും സാധിക്കുന്നതാണ്. നമുക്ക് പേരൊന്നും കൊടുക്കേണ്ട, ഒരു ബ്ലാങ്ക് ആയിട്ടാണ് നൽകേണ്ടതെങ്കിൽ താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് എത്ര സൈസിൽ വേണമെന്ന് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ 32 വെച്ചിരിക്കുന്നത്. തുടർന്ന് ഇവിടെ സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ഐക്കൺ എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ മാറ്റി വെക്കാൻ സാധിക്കും. ചേഞ്ച് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വ്യക്തിയുടെ പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് ഗാലറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഓക്കെ നൽകി കൊടുക്കുക. തുടർന്ന് താഴെ കാണുന്ന ഭാഗത്ത് സേവ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ക്രീനിൽ നമുക്ക് ഓൺലൈൻ വേണമെങ്കിൽ ഓൺലൈൻ എന്ന് കാണിക്കാം, ടൈപ്പിംഗ് എന്ന് വേണമെങ്കിൽ അത് കാണിക്കാം, empty ആണെങ്കിൽ അത് കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിനോട് ഏറ്റവും മുകളിലുള്ള സ്റ്റാർട്ട് എന്ന് കാണുന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് 1-2 പെർമിഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ ഒരു ആപ്ലിക്കേഷന്റെ പേരിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹൈഡ് ചാറ്റ് നെയിം എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. വീണ്ടും കാണുന്ന സെറ്റിംഗ്സ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു പെർമിഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ വീണ്ടും ഒരു സ്റ്റാർട്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാണാൻ സാധിക്കും ഇവിടെ സ്റ്റോപ്പ് എന്നാണ്. നിങ്ങൾക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട്. ഇനി നമ്മുടെ മൊബൈൽ സ്ക്രീനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബബിൾ കാണാൻ സാധിക്കും. ഈ ഒരു ബബിൾ ഉപയോഗിച്ചുകൊണ്ടാണ്, അതായത് ഈ ഒരു ബബിൾ നമ്മുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതാ ഈ ഒരു ബബിളാണ്. ഈ ബബിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പേര് ഹൈഡ് ചെയ്തുകൊണ്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കാണിച്ചാൽ ഞാനൊരു വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. ഇപ്പം ഞാനൊരു വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ഞാനൊരു വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ചാറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതുപോലെ വ്യക്തിയുടെ പേരിലായിരിക്കും നമ്മൾ ചാറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ബബിൾ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ സ്ക്രീനിൽ ഈ ബബിളിൽ ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മൾ നൽകിയിരിക്കുന്ന പ്രൊഫൈൽ പിക്ചർ ഇവിടെ കാണാനുണ്ട്. ആ വ്യക്തിയുടെ പേര് ഇവിടെ മറച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു ബബിൾ വീണ്ടും ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്ക്രീൻ ഓഫ് ആവുകയും ചെയ്യും. അതായത് ആ ബബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേര് ഹൈഡ് ചെയ്ത് വെക്കാനും ഈ ഒരു സ്ക്രീനിന്റെ ലെങ്ത് നമുക്ക് വലിപ്പം കുറക്കുന്നതിന് വേണ്ടി നമുക്ക് സെറ്റിംഗ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു. ഞാൻ 32 ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കുറച്ച് വെക്കാവുന്നതാണ്. പ്രൊഫൈൽ വേണമെങ്കിൽ മറ്റെന്തെങ്കിലും ഫോട്ടോ ആക്കി വെക്കാം. നിങ്ങൾക്ക് പ്രൊഫൈൽ ഫോട്ടോ വേണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് ആ ഒരു ബബിൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി, ആ പേര് മറച്ചു വെക്കാൻ സാധിക്കും. ആ ബബിൾ ഒന്ന് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയതുപോലെ ആ വ്യക്തിയുടെ പേര് കാണുന്ന രീതിയിൽ ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓർക്കുക, ഇത് ചാറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചെത്തുമ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. ഈ ഒരു 32 നമുക്ക് ആ ഒരു സൈസ് കൂട്ടുന്നതും കുറക്കുന്നതും അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഒക്കെ. ഇതിന്റെ പ്ലസ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ സൈസ് കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 20 ഇട്ടു. ഇനി നമുക്ക് ഒരിക്കൽ കൂടി ചെക്ക് ചെയ്ത് നോക്കാം. കാണാൻ സാധിക്കും ചെറിയ നമ്മുടെ വാട്സപ്പിന്റെ ലെവലിൽ തന്നെയാണ് അതിന്റെ പ്രൊഫൈൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ രഹസ്യമായിട്ട് ചാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്
വളരെ ഈസി ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് പേര് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടോ മറ്റെന്തെങ്കിലും പേര് നൽകിക്കൊണ്ടോ പ്രൊഫൈൽ ഫോട്ടോ മറച്ചുകൊണ്ടോ ഒക്കെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വാട്സപ്പ് പരമായ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കാണുന്ന കമന്റ് ബോക്സ് അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.